സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിലേക്ക് ഒരിക്കൽ കൂടി മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുകയാണ്. ഇന്ന് വടക്കുകിഴക്കൻ മേഖലയിലെ 7 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം എന്നാണ് പരിശോധിക്കുന്നത്. ഈ മേഖലയിലെ 7 സംസ്ഥാനങ്ങളിലൂടെ ആകെ ഉള്ളത് 11 ലോക്സഭാ സീറ്റുകളാണ്. 2019 ഈ 11-ൽ 8 എണ്ണവും എൻ ഡി എക്കായിരുന്നു. കോൺഗ്രസിന് കിട്ടിയത് 1 മാത്രം. 2024 ഈ ചിത്രം മാറുമോ എന്ന് പരിശോധിക്കും. ആദ്യം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അരുണാചലിലും സിക്കിമിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഒരുമിച്ച് നടക്കുന്നുണ്ട്. അവിടെയും എന്തായിരിക്കും നിയമസഭയിലേക്ക് ഉള്ള മത്സരത്തിൻ്റെ ചിത്രം എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം നമ്മൾ മണിപ്പൂരാണ് പരിശോധിക്കുന്നത്. മണിപ്പൂരിൽ BJP നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ഒത്താശയോടെ അരങ്ങേറിയ കുക്കികൾക്കെതിരായ വംശഹത്യാ ശ്രമം, അത് ക്രിസ്തുമത വിശ്വാസികളായ കുക്കികളെ മെയ്തേയ് വിഭാഗക്കാർ ആക്രമിക്കുകയും ആ ആക്രമണത്തിന് അവിടുത്തെ BJP സർക്കാർ അരുനിൽക്കുകയുമാണ് ചെയ്തത്. അത് വലിയ തോതിൽ വിമർശന വിധേയമായിരുന്നു. അവിടെ നിന്ന് പുറത്തു വന്ന ക്രൂരതയുടെ ചിത്രങ്ങൾ രാജ്യത്തെ വലിയ തോതിൽ ഞെട്ടിക്കുകയും ചെയ്തു. പക്ഷേ ഈ അക്രമങ്ങൾ അരങ്ങേറുമ്പോൾ അതിനെ നിയന്ത്രിക്കാനോ ഈ അക്രമത്തിന് ഇരയായ ആളുകളെ ആശ്വസിപ്പിക്കാനോ യാതൊന്നും ചെയ്യാൻ ഭരണകൂടം തയ്യാറായില്ല എന്നുള്ളതും പ്രധാനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പോലും ഈ അതിക്രമങ്ങളെ, ഈ വംശഹത്യാ ശ്രമത്തെ അപലപിക്കുക പോലും ചെയ്തില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ കൊണ്ടുവന്നപ്പോൾ ആ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിക്കിടെ ഒരു തവണ മാത്രമാണ് നരേന്ദ്രമോദി മണിപ്പൂരിനെ കുറിച്ച് പരാമർശിച്ചത്. മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിന്, ക്രിസ്തുമത വിശ്വാസികളായ കുക്കി വിഭാഗക്കാർക്ക് നേർക്കുണ്ടായ അതിക്രമങ്ങൾ ഒരു പക്ഷേ മണിപ്പൂരിൽ മാത്രമല്ല മറ്റ് സമീപ സംസ്ഥാനങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കും. മണിപ്പൂരിലേക്ക് വരുമ്പോൾ മണിപ്പൂരിൽ 2 സീറ്റാണുള്ളത്, ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും. ഇന്നർ മണിപ്പൂരിൽ ഏപ്രിൽ 19-നും ഔട്ടറിൽ 26-നുമാണ് പോളിംഗ്. അക്രമത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ സംഘർഷങ്ങൾ ഇപ്പോഴും അങ്ങിങ്ങും മണിപ്പൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പരിമിതമാണ്. റാലികളോ പൊതുയോഗങ്ങളോ ഇല്ല. പോസ്റ്ററുകൾ പോലും അപൂർവമാണ്. നമ്മൾ കേരളത്തിലെ രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ കുടുംബയോഗങ്ങളാണ് അവിടുത്തെ പ്രധാന പ്രചാരണ വേദി. പിന്നെയുള്ളത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങളും. ഇന്നർ മണിപ്പൂർ എന്ന് പറയുമ്പോൾ മെയ്തേയ്കൾക്ക്, അതായത് കുക്കി വിഭാഗത്തിനെതിരായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ അതിൽ പ്രധാന പങ്കുവഹിച്ച മെയ്തേയ്കൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഇന്നർ മണിപ്പൂർ. അവിടെ BJPയും കോൺഗ്രസും തമ്മിലാണ് മുഖ്യ മത്സരം. ഇവർക്ക് പുറമെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാലെ ഗ്രൂപ്പും മണിപ്പൂർ പീപ്പിൾസ് പാർട്ടിയും മത്സരരംഗത്തുണ്ട്. മെയ്തേയ്കളെ പിന്തുണയ്ക്കുന്നുണ്ട് BJP. അവരുടെ ആക്രമണങ്ങൾക്ക് അവിടുത്തെ BJP സർക്കാർ മൗനാനുവാദം നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവിടെ BJPക്ക് തന്നെയാണോ സാധ്യത എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീജിത്ത് ദിവാകരനാണ്. ശ്രീജിത്ത് ദിവാകരൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയാണ്. അവിടെ പ്രവർത്തിച്ച പരിചയമുള്ള ആളുമാണ്. ശ്രീജിത്ത്, ഈ മണിപ്പൂരിൽ 2 സീറ്റുകൾ, ഇന്നർ ആൻഡ് ഔട്ടർ മണിപ്പൂർ, ഈ ആദ്യം നമ്മൾ ഇന്നർ നോക്കുകയാണെങ്കിൽ അവിടെ മെയ്തേയ് വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ പാകത്തിലാണ് BJP ഈ മെയ്തേയ്കളുടെ കുക്കികൾക്ക് നേർക്കുണ്ടായ ആക്രമണത്തെ പിന്തുണച്ചത്. അപ്പോൾ ഇതൊക്കെ ഏത് വിധത്തിലാണ് ഈ ഇന്നർ മണിപ്പൂരിൽ സ്വാധീനം ചെലുത്താൻ പോകുന്നത്? ഇപ്പം നേരത്തെ രാജീവ് പറഞ്ഞ പോലെ തന്നെ ഈ മണിപ്പൂരിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് വലിയ കാര്യമായിട്ടുള്ള ഒരു പ്രതിഫലനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചൊരു കാര്യമില്ല. ഇപ്പോൾ അവിടെ ഈ ബീരേൻ സിംഗിന്റെ മുഖ്യമന്ത്രി ബീരേൻ സിംഗിനും അവരുടെ സർക്കാരിനുമെതിരെ വലിയ തോതിലുള്ള വികാരം ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിലേക്ക്, കാരണം തെരഞ്ഞെടുപ്പിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവിടെ ആരും കാണുന്നില്ല. അവരിതുവരെ ഈ ഏകപക്ഷീയമായിട്ട് കലാപെന്നോ വംശഹത്യ എന്നോ ഒക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള ഈ മാസങ്ങളോളം നീണ്ടു നിന്നിട്ടില്ല. ഈ പറയുന്ന ഈ വരുന്ന മെയ് മാസം ആകുമ്പോഴേക്കും 1 വർഷം തികയാണ് അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്ന കലാപങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യക്കുരുത്തിക്ക്. ഈ യാതനകളിൽ നിന്നൊന്നും മണിപ്പൂരിൽ മുക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരയായിട്ടുള്ള ഈ കുക്കി സോബി വിഭാഗവും അതിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള മെയ്തേയ് സമൂഹം, അതുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാഗാ സമൂഹം, 3 ഗ്രൂപ്പുമാണ് അവിടെ ഉള്ളത്. അവർ പരസ്പരം അവിശ്വസിക്കുകയും കലഹിക്കുകയും എല്ലാം
ചെയ്യുന്നത് അവിടെ അവസാനിക്കുകയും ചെയ്തിട്ടില്ല. അവർ സ്വതവേ മൂന്നായിട്ട് പിരിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പുറമേ രാഷ്ട്രീയമായ രീതിയിൽ അവരുടെ ഉള്ളിലും ഉൾപ്പിരിവുകളും ധാരാളം ഉണ്ട്. നമ്മൾ ഇന്റർ മണിപ്പൂരിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർ മണിപ്പൂരിലാണ് ഈ കോൺഗ്രസും BJP നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഇന്റർ മണിപ്പൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി JNUവിലെ അധ്യാപകനായിട്ടുള്ള ഈ ബിമൽ അത്വയ എന്ന് പറയുന്ന കക്ഷിയാണ്. നാം ശ്രദ്ധിക്കണം, അദ്ദേഹം മൈത്രി വിഭാഗക്കാരൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം മൈത്രി വിഭാഗക്കാരുടെ ഇടയിൽ ഒരു കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന വളരെ ജനപ്രിയനായിട്ടുള്ള ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ സംസ്ഥാനത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വസന്തകുമാർ സിംഗ് ആണ്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി മൈത്രി വിഭാഗക്കാരാണ്. കൂടാതെ തന്നെ ഈ NDAയുടെ BJPയുടെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള ഈ രാംദാസ് അത്തേവാലയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി അവിടുത്തെ ഒരു സിനിമാ താരത്തിനെ മഹേശ്വർ തോനാജോവം എന്ന് പറയുന്ന ഒരു പ്രാദേശിക സിനിമാ താരത്തിനെ ഇലക്ഷനിൽ നിർത്തിയിട്ട് പുള്ളി ചെയ്യാൻ പോകുന്നത് ഈ കോൺഗ്രസിന് അനുകൂലമായിട്ട് തിരിയാവുന്ന മൈത്രി വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്നത് മാത്രമാണ് ഈ സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യമെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം BJPക്ക് വേണ്ടി തന്നെയാണ് അവിടെ പണിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് സ്വാഭാവികമായിട്ടും ഒരു എഡ്ജുണ്ട്. പോരാത്തതിന് ഈ മൈത്രികൾക്ക് വേണ്ടി കലാപമല്ല, ഈ വംശഹത്യ നടത്തിയ അവിടുത്തെ ഒരു ക്രിമിനൽ സംഘമുണ്ട്. അറാബി തെങ്കോൾ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘം, ഒരു വംശീയ സംഘടന. അവരുടെ പൂർണ്ണമായ പിന്തുണ BJPയുടെ ഭാഗത്താണ്. മാത്രമല്ല BJPക്ക് ആണെങ്കിൽ ഇവരുടെ ഗ്രാസ് റൂട്ട് വരെ ലെവലിൽ വരെ ഇവർക്ക് ഉള്ള അടുത്ത ബന്ധം BJPക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിൽ BJPക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. കാരണം ആര് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്, അവിടുത്തെ പ്രശ്നത്തിന് യാതൊരു പ്രശ്നവും പരിഹാരം ഉണ്ടാവുന്നില്ല. കാരണം അവിടെ എല്ലാവർക്കും പലതരം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ നാഗ ഗ്രൂപ്പിനാണെങ്കിൽ ഈ പറയുന്ന നാഗാ പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രേറ്റർ നാഗ ഒരു ലാൻഡ് അവർക്ക് ആവശ്യമാണ്. മൈത്രി വിഭാഗം ഈ പറയുന്ന രീതിയിൽ നാഗാ വിഭാഗത്തിനും കുക്കി വിഭാഗത്തിനും കൊടുക്കുന്ന പരിഗണനകൾ അല്ലെങ്കിൽ സംവരണം മുഴുവൻ ഇല്ലാതാക്കണമെന്ന് പറയുന്ന രാജ്യത്തെയാണ് അവർക്കുള്ളത്. ഈ സുക്കിസോ എന്ന് പറയുന്ന ഗ്രൂപ്പിനാണെങ്കിൽ ഈ ഹിൽ പ്രദേശത്ത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള ഈ ഹിൽ ഏരിയയിലേക്ക് ഒരു പ്രത്യേക ഭരണ സംവിധാനം ആവശ്യമാണ് എന്നുള്ളതാണ്. അഥവാ അവരുടെ അജണ്ടകൾ ഒരിക്കലും ഈ പറഞ്ഞൊരു ദേശീയ രാഷ്ട്രീയവുമായിട്ടോ അല്ലെങ്കിൽ ഈ മോഡി സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെയോ അല്ലെങ്കിൽ 10 വർഷത്തെ ഭരണവുമായിട്ടോ ഒന്നും ബന്ധമില്ല. ഈവൻ മണിപ്പൂരിലെ ഒരു പ്രാദേശിക ഭരണവുമായിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അങ്ങനെ വലിയൊരു ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഇലക്ഷൻ അല്ല അവിടെ ഉള്ളത്. അവിടെ നടക്കാൻ പോകുന്നത് സ്വാഭാവികമായും ഈ മൈത്രി വിഭാഗത്തിൽ തന്നെ, അതായത് ഈ കലാപകാരികളായിട്ടുള്ള മൈത്രി വിഭാഗത്തിൽ എത്രമാത്രം BJPക്ക് സ്വാധീനമുണ്ട്, അതിൽ ഒരു സോഫ്റ്റ് വിഭാഗമുണ്ടോ, ആ സോഫ്റ്റ് വിഭാഗം കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ, അത് എത്രമാത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് റിസൾട്ട് എന്ന രീതിയിലേക്ക് നമുക്ക് ലഭിക്കാനുള്ളത്. നമ്മൾ ഈ ഔട്ടർ മണിപ്പൂരിലേക്ക് വരികയാണെങ്കിൽ, ഔട്ടർ മണിപ്പൂരിൽ BJPയുടെ സഖ്യകക്ഷിയായിട്ട് നാഗാ പീപ്പിൾസ് ഫ്രണ്ട് അവരാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച് അവർ വീണ്ടും മത്സരിക്കുന്നു. അവിടെയും കോൺഗ്രസ് ആണ് നാഗാ പീപ്പിൾസ് ഫ്രണ്ടിനെ എതിരിടുന്നത്. കുക്കി വിഭാഗത്തിൻ്റെ പിന്തുണ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന് ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ വംശഹത്യാ ശ്രമത്തിനിടയിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ഒരുപക്ഷെ കുക്കി വിഭാഗത്തിൻ്റെ കൂടുതൽ പിന്തുണ കോൺഗ്രസിന് നൽകുന്നുണ്ട്. അതേസമയം തന്നെ പല സംഘടനകളും, കുക്കി സംഘടനകൾ പലതും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കീസോ വിമൻ, കുക്കി നാഷണൽ അസംബ്ലി പോലെ സംഘടനകൾ പലതും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഔട്ടർ മണിപ്പൂരിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഈ ഔട്ടർ മണിപ്പൂരിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർ മണിപ്പൂരിൽ 4 സ്ഥാനാർത്ഥികളുള്ളത് 4 പേരും ഈ നാഗാ വിഭാഗത്തിൽ നിന്ന് ഉള്ളതാണ്. കാര്യം NPF ജയിച്ച സ്ഥലമാണെങ്കിലും ഈ പറയുന്ന കുക്കിസോ വിഭാഗത്തിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹിൽ ഏരിയ മുഴുവൻ വരുന്നത് ഈ ഔട്ടർ മണിപ്പൂരിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഈ കുക്കി വിഭാഗമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പിന്തുണ നൽകാൻ സാധ്യതയുള്ളൊരു വിഭാഗം. മാത്രമല്ല ചർച്ചകളുണ്ട്, ക്രിസ്ത്യൻ യൂണിറ്റി അവിടെ സ്ട്രോങ് ആണ്. അത്തരം കാര്യങ്ങൾ കൊണ്ട് കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ കുക്കി വിഭാഗത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഇതിന് യാതൊരു താല്പര്യവുമില്ല. അവിടെ യാതൊരു തരത്തിലുമുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ അവിടെ നടക്കുന്നില്ല. അവർക്കിപ്പോ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിന്റെ കുക്കീസ് ഈ പറയുന്ന രീതിയിൽ നാഗാ സ്ഥാനാർത്ഥി ജയിച്ചാലും
BJP LPF നാഗാ സ്ഥാനാർത്ഥി ജയിച്ചാലും അതിൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് നാഗാ ഗ്രൂപ്പിന് മാത്രമാണ്. അത് കുക്കികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനം കിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ രണ്ട് വിഭാഗം കുക്കി വിഭാഗം സംഘടനകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാഗാ ഗ്രൂപ്പുകൾ നിരന്തരം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഇല്ലാത്ത അപൂർവ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിട്ട് ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാഗാലാൻഡ് മുഖ്യമന്ത്രിയെല്ലാം അവിടെ LPF വേണ്ടിയിട്ട് മറ്റേ പ്രചരണം നടത്താനായിട്ട് വളരെ സജീവമാണ്. അതുകൂടാതെ തന്നെ ഈ അടുത്തിടയ്ക്ക് ഈ ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിലേക്ക് കുറച്ച് ജില്ലകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ ജില്ലകളിലെല്ലാം ഈ നാഗാ വിഭാഗങ്ങളുടെ ഒരു സ്ട്രെങ്ത് കൂടുതലുള്ളൊരു ജില്ലകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നാഗാ വിഭാഗത്തിനുള്ള സ്ട്രെങ്ത് എത്രമാത്രം ഈ പറയുന്ന രീതിയിൽ LPF അനുകൂലമായിട്ട് മാറുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ വിഭാഗം നാഗാ വിഭാഗം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുണ്ട്. അവരും ഈ കുക്കി വിഭാഗങ്ങളും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു എഡ്ജ് കോൺഗ്രസിന് ലഭിക്കേണ്ടതാണ്. പക്ഷേ ഈ കുക്കി വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവങ്ങൾ കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടി കാരണം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപക്ഷെ മറ്റേ BJPയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരകനായിട്ടുള്ള ഈ നരേന്ദ്രമോദി സന്ദർശിക്കാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താത്ത ഒരേ ഒരു സംസ്ഥാനം ഒരുപക്ഷെ മണിപ്പൂരായിരിക്കും. കഴിഞ്ഞ മെയ് 3 ശേഷം ഇന്നേ വരെ മോഡി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിനും ഇതുവരെ എത്തിയിട്ടില്ല. ഈ ഏപ്രിൽ 15 തീയതിയാണ് അമിത്ഷാ എത്തിയത്. അതുവരെ അമിത്ഷായും എത്തിയിരുന്നില്ല. അമിത്ഷാ പക്ഷേ ഇന്നർ മണിപ്പൂരിലാണ് പ്രചരണം നടത്തിയത്. വളരെ രൂക്ഷമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ കലാപത്തെ അല്ലെങ്കിൽ ഈ വംശഹത്യയെ ന്യായീകരിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നർ മണിപ്പൂരിൽ ബെൽറ്റിനെ ഒന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷെ മോഡി വരികയും മോഡി എന്തെങ്കിലും സംസാരിക്കുകയും ഈ കുക്കി വികാരം ഒന്നുകൂടി ഉണരുകയും അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം മോഡി തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഔട്ടറിലെ ഒരു തെരഞ്ഞെടുപ്പ് ഈ നാഗാ വിഭാഗങ്ങളുടെ ഇടയിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. ഒരുപക്ഷെ അത് LPF തന്നെ അനുകൂലമായിട്ട് ഉണ്ടാവാൻ തന്നെയാണ് അതിന് സാധ്യതയും കാണുന്നത്. റൈറ്റ്, അതാണ് മണിപ്പൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചിത്രം. തെരഞ്ഞെടുപ്പ് അത്രത്തോളം പ്രധാനമല്ലാതെ കാണേണ്ട അവസ്ഥയിലാണ് മണിപ്പൂരിലെ ജനങ്ങൾ ഇപ്പോഴും. മണിപ്പൂർ കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും താല്പര്യത്തോടെ കാണാനിടയുള്ള വടക്കിഴക്കൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ത്രിപുരയാണ്. CPIM ദീർഘകാലം അധികാരത്തിലിരുന്ന ഇടമാണത്. പക്ഷേ ഇപ്പോഴവിടെ മുഖ്യശക്തി BJP ആണ്. അധികാരത്തിലും അവർ തന്നെയാണ്. ത്രിപുര വെസ്റ്റ് ഈസ്റ്റ് അങ്ങനെ 2 മണ്ഡലങ്ങളാണുള്ളത്. ഏപ്രിൽ 19-നും 26-നുമായിട്ടാണ് പോളിംഗ്. BJP ത്രിപമോത്ത സഖ്യം, CPIM കോൺഗ്രസ് സഖ്യം ഇത് തമ്മിലാണ് മത്സരം. CPIM-ഉം കോൺഗ്രസും ഓരോ സീറ്റ് പങ്കിട്ടെടുത്തുകൊണ്ട് മത്സരിക്കുന്നു. 2 മണ്ഡലങ്ങളിലും 2 പാർട്ടികളുടെയും നേതാക്കൾ പ്രചാരണത്തിനെത്തുന്നു. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കുറെ കൂടെ കൗതുകരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും ത്രിപുരയിലേത്. ഈ 2019 ഈ 2 സീറ്റും BJP ജയിച്ചതാണ്. ഇക്കുറിയും BJP തന്നെയാണ് 2 സീറ്റിലും മത്സരിക്കുന്നത്. ത്രിപുര വെസ്റ്റിൽ കോൺഗ്രസിനെ CPM പിന്തുണയ്ക്കുമ്പോൾ പട്ടികവർഗ സംവരണ മണ്ഡലമായ ത്രിപുര ഈസ്റ്റിൽ CPM-നെ കോൺഗ്രസും പിന്തുണയ്ക്കുന്നു. ഈ ശ്രീജിത്ത്, എന്താണ് ഈ ത്രിപുരയിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം? മാത്രമല്ല ഈ ആദിവാസികൾക്ക് വലിയ ഭൂരിപക്ഷമുണ്ട്. ഒരു 31% ആദിവാസി പോപ്പുലേഷൻ ഉണ്ട്. ത്രിപമോത്ത അവരെ പ്രതിനിധാനം ചെയ്യുന്നൊരു പാർട്ടിയാണ്. അവർ കൂടെ പിന്തുണയ്ക്കുന്നതോടുകൂടി BJPക്ക് കൂടുതൽ കരുത്തുണ്ടാവുക, അതാണോ സംഭവിക്കുക? അത് ഏകദേശം അത് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ത്രിപമോത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചിരുന്നത്. അവര് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മറ്റേ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം ഈ പ്രത്യോത് കിഷോർ മാണിക്യ എന്ന് പറയുന്ന ഈ ത്രിപമോത്തയുടെ ചീഫ് എന്ന് പറയുന്നത് അവിടുത്തെ പഴയ രാജകുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന് വളരെയധികം സ്വാധീനമുള്ള ആളുകളിലൊരാണ്. അവർ കൂടാതെ തന്നെ ഈ IPFT എന്ന് പറയുന്ന ട്രൈബൽ സംഘടനയും ഇതേപോലെ പൂർണ്ണമായിട്ടും BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന അവരുടെ സഖ്യകക്ഷിയാണ്. അവരുടെ
നേതാവ് ഈ പ്രേംകുമാർ റീഗ് എന്ന് പറയുന്ന ആളും വളരെ സ്ട്രോങ് ആയിട്ട് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വളരെ സ്വാധീനമുള്ള ആള് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയണം. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPയുടെ ഒരു അധികാരത്തിലേക്കുള്ള അവരുടെ ഒരു വരവിന് ശേഷം ത്രിപുരയിൽ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പും വളരെ കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളത് വളരെ കടുത്ത ആരോപണമായിട്ട് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള കോൺഗ്രസിനും ലെഫ്റ്റ് പാർട്ടികൾക്കുമെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പലയിടത്തും തെരഞ്ഞെടുപ്പുകൾ ഫെയറായിട്ട് നടക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇതേപോലെ ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, വെസ്റ്റിൽ BJPയുടെ പഴയ മുഖ്യമന്ത്രിയാണ് മത്സരിക്കുന്നത്, വിപ്ലവ് കുമാർ ദേവ്. കോൺഗ്രസിനെ വേണ്ടിയിട്ട് CPMന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആശിഷ് കുമാർ സാഹ എന്ന് പറയുന്ന അവിടുത്തെ ത്രിപുര PCC പ്രസിഡന്റാണ്. നമ്മൾ ആലോചിക്കുന്നത് 2014 ഏതാണ്ട് 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM ജയിച്ച ഒരു മണ്ഡലമാണ്. അത് 2019 ആകുമ്പോഴേക്കും ഏതാണ്ട് 1.25 ലക്ഷം വോട്ട് മാത്രം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക്, 1,71,000 വോട്ടുകൾ മാത്രം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് CPMന്റെ നില അവിടെ താന്നു. കോൺഗ്രസിന് അതിൽ കൂടുതൽ വോട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന് 2 ലക്ഷത്തിൽ മുകളിൽ വോട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ 2 വോട്ടുകൾ കൂടി ചേർന്നാൽ പോലും BJPയുടെ ഒരു വോട്ടിന്റെ ഒപ്പം എത്താനായിട്ടുള്ള ഒരു കാര്യം ത്രിപുര വെസ്റ്റിൽ ഇപ്പൊ ഇല്ല. പക്ഷേ നമുക്കറിയാം, 1952 ത്രിപുര രൂപവത്കരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇടതു പാർട്ടികളും അല്ലെങ്കിൽ CPM അടക്കമുള്ള ഇടതു പാർട്ടികളും കോൺഗ്രസും അവിടെ ഒന്നുചേർന്ന് മത്സരിക്കുന്ന പരമ്പരാഗത ശത്രുക്കളായി പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ അവര് ആദ്യമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാകുമോ എന്നുള്ള കാര്യം കാണാം. മറ്റേത് സംവരണ സീറ്റാണ്. ഇവിടെ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ രീതിയിൽ വലിയ തോതിലുള്ള ഈസ്റ്റില് ഈ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളതാണ്. അവിടെ ഈ രാജേന്ദ്ര റീഗ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് CPMന് വേണ്ടി ഈ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കുന്നത്. BJPയുടെ ആണെങ്കിൽ ഈ കൃതി സിംഗ് ദേവ്ബർമൻ എന്ന് പറയുന്ന അവിടുത്തെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവാണ്. ഈ സീറ്റിൽ നമ്മൾ അറിയാവുന്ന പോലെ തന്നെ 2014 ഈ 5 ലക്ഷത്തോളം ഏതാണ്ട് 5 ലക്ഷത്തോളം ഭൂരിപക്ഷം CPMന് ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ഇലക്ഷനിലാണെങ്കിൽ ഏതാണ്ട് ഒരു 2 ലക്ഷം വോട്ടിന്റെ തന്നെ വോട്ടുകളാണ് പരസ്പരം മത്സരിച്ചിരുന്ന കോൺഗ്രസിനും ഇടതും CPMനും കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സംയുക്തമായിട്ട് ഇവർക്ക് വോട്ട് ചോദിക്കുകയും വോട്ടിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ എലക്ഷൻ പോലും സാധ്യമല്ലാത്ത ഒരവസ്ഥയെ എതിർക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമോ? പലയിടത്തും ഈ പോളിംഗ് ഏജന്റുമാരെ, ബൂത്ത് ഏജന്റുമാരെ ഒന്നും ഇരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ ഏതാണ്ട് പാർലമെന്റ് ഇലക്ഷൻ വരെയുള്ള സമയങ്ങളിലുണ്ടായിരുന്നു. അതിനെല്ലാം എതിർക്കാനായിട്ട് ഈ 2 BJPയുടെയും CPMന്റെയും കോൺഗ്രസിന്റെയും സഖ്യത്തിന് കഴിയുമോ എന്ന് മാത്രമേ നമുക്ക് അവിടെ കാണാനുള്ളൂ. അഥവാ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമുദായിക ഒരു രീതികളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രൈബൽ വോട്ടുകളുടെ അല്ലെങ്കിൽ പഴയ കാലത്ത് CPMന്റെ ഒരു ബെൽറ്റായിരുന്ന ട്രൈബൽ വോട്ടുകളുടെ മുഴുവൻ പിന്തുണ ഇപ്പോൾ BJPയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും സാധാരണ രീതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് തോന്നുന്നത്. റൈറ്റ്. നമ്മൾ അടുത്തത് പരിശോധിക്കുന്ന അരുണാചൽ പ്രദേശാണ്. ഈസ്റ്റും വെസ്റ്റുമായിട്ട് 2 മണ്ഡലങ്ങൾ, 2 ലോക്സഭാ മണ്ഡലങ്ങൾ 2019 2ഇടത്തും BJP വിജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പും അരുണാചൽ പ്രദേശിൽ ഒരുമിച്ച് നടക്കുന്നുണ്ട്. BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ്. പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അരുണാചൽ വെസ്റ്റിൽ നിന്നുള്ള സിറ്റിംഗ് MP ആണ്. അദ്ദേഹം അവിടെ വീണ്ടും മത്സരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി നബം തൂക്കിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. മണിപ്പൂരിൻ്റെ അലയൊലികൾ ഒരുപക്ഷെ അരുണാചലിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ്ത്യൻ സംഘടനകൾ കോൺഗ്രസിന് തുറന്ന പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനസംഖ്യയിൽ ഏതാണ്ട് 30.36% വരും ക്രിസ്ത്യൻ വിഭാഗങ്ങൾ. ശ്രീജിത്ത്, ഈ അരുണാചൽ BJPക്ക് 2 സിറ്റിംഗ് സീറ്റുണ്ട്. അതിലൊന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ സീറ്റാണ്. ഈ ക്രിസ്ത്യ വിഭാഗങ്ങളുടെ നിലപാട് അരുണാചലിലെ BJPയുടെ സാധ്യത ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാനിടയുണ്ടോ? നമുക്ക് അറിയാവുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 57 മണ്ഡലങ്ങളുള്ള അരുണാചൽ പ്രദേശിൽ 4 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. 41 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് സഖ്യകക്ഷികൾക്കും ഇവരുടെ സഖ്യകക്ഷികൾക്കും സീറ്റ് കിട്ടി. അവരുടെ ഏറ്റവും ചെറിയ സഖ്യകക്ഷിക്ക് പോലും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് അവിടെ ഉണ്ടായിരുന്നു.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യം 30% മുകളിൽ 30.26% ക്രിസ്ത്യൻ സമൂഹമുണ്ട് അവിടെ. അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ അരുണാചൽ ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്നത് BJPക്ക് പിന്തുണച്ചുകൊണ്ടിരുന്നിരുന്ന ഗ്രൂപ്പാണ്. അവരുടെ പിന്തുണയാണ് പിൻവലിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും അത് ഈ പറയുന്ന വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ അവിടെ ആന്റി ഇൻകംബൻസി വളരെ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മുഖ്യമന്ത്രി പേമാ ഖണ്ഡുവിനെതിരായിട്ട് വലിയ പ്രചരണങ്ങളുണ്ട്, വലിയ താല്പര്യക്കുറവുണ്ട്. പക്ഷേ ഈ മണിപ്പൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഏറ്റവും വലിയ ഒരു വികാരം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അരുണാചൽ പ്രദേശ്. മാത്രമല്ല അവർക്ക് ഈ 1978 വന്നിട്ടുള്ള ഒരു നിയമ ഭേദഗതി അനുസരിച്ച് അവർക്ക് അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ള ST ഒരു പദവി ഇല്ലാതായിട്ടുണ്ട്. അത് തിരിച്ചു തരണം എന്നുള്ളൊരു വിഭാഗമാണ് ഒരു ആവശ്യമാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഉന്നയിച്ചിട്ടുള്ളത്. അവരുടെ ഈ പരസ്യമായിട്ടുള്ള പിന്തുണ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വലിയ ഒരു ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് ഒരു വിജയത്തിലേക്ക് മാറാൻ പാകത്തിലേക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം കാരണം ഈ ദേശീയ തലത്തിൽ ഉള്ള ഭരണത്തിന്റെ മേന്മയും അത് അരുണാചൽ പ്രദേശിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗുണവും കിരൺ റിജിജുവിന്റെ മന്ത്രി പദവി ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം എല്ലാമാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. കിരൺ റിജിജു എപ്പോഴും എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഈ 2 മണ്ഡലങ്ങളിലെ എല്ലാ ഇടങ്ങളിലും പ്രചരണം നടത്തുന്ന സമയത്ത് കിരൺ റിജിജു ആവർത്തിച്ച് പറയുന്ന കാര്യം നിങ്ങളുടെ വോട്ട് വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ്. അതായത് BJPക്ക് വോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് വേസ്റ്റ് ആവുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലായിടത്തും BJPക്ക് എതിരെ പറയുന്ന ആരോപണമാണ് ഈ പേമാ ഖണ്ഡു കോൺഗ്രസിന് എതിരായിട്ട് പറയുന്നത്. അതായത് കോൺഗ്രസ് മതരാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ്. അത്തരത്തിലുള്ള വിചിത്രമായ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ തവാങ് ജില്ലയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന പ്രദേശം. കാരണം ഈ തവാങ് ജില്ലയിൽ ക്രിസ്ത്യൻ പള്ളികൾ പണിയാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളത് അവിടെ വലിയൊരു പ്രശ്നമായിരുന്നു. ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയ വികാരമായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ BJP ആന്റി ക്രിസ്ത്യൻ പാർട്ടിയാണ് എന്നുള്ളൊരു ചർച്ച ഉയർന്നു വന്നത് അങ്ങനെയാണ്. പക്ഷെ അവിടെ തന്നെയാണ് ആ ജില്ലയുടെ അവിടെ തന്നെയാണ് ഈ സേലാ തുരങ്കം എന്ന് പറയുന്ന വലിയൊരു ടണൽ ഈ അടുത്തിടയ്ക്ക് സേലാ ടണൽ വന്നത്. അതിന്റെ ഉദ്ഘാടനം വലിയ തോതിൽ വലിയ ഒരു ഫംഗ്ഷനായിട്ടാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വൈകാരിക തരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ തലത്തിൽ BJP ഉണ്ടാക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ളൊരു കാര്യത്തിന് എത്രമാത്രം അതിനൊരു ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി ഈ ആന്റി ഇൻകംബൻസി ഇഷ്യൂ വെച്ചിട്ട് നേരിടാനായിട്ട് ഇവിടെ അവിടുത്തെ കോൺഗ്രസിന് കഴിയും എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ കോൺഗ്രസിന്റെ റാലികളിലെല്ലാം അത്യാവശ്യം വലിയ ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേരത്തെയുള്ള സ്ഥിതികളേക്കാൾ വളരെ മെച്ചമാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിന് തോൽവി സംഭവിക്കുകയാണെങ്കിൽ പോലും വളരെ ചെറിയ മാർജിനിലുള്ള തോൽവി ആയിരിക്കും എന്ന് ചിലർ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരുപക്ഷെ ഈ വലിയ തോതിൽ ഈ പറയുന്ന 30% ക്രിസ്ത്യൻ വോട്ടുകൾ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്നാൽ ഒരുപക്ഷെ ഈ വളരെ കുറച്ചു കാലമായിട്ട് അവിടെ തുടരുന്ന ഒരു BJPയുടെ ഒരു മേധാവിത്വത്തിന് ഒരു അന്ത്യം കുറിക്കാൻ സാധിക്കും. 60 അംഗ നിയമസഭയാണ് അരുണാചൽ പ്രദേശിലുള്ളത്. ശക്തമായ ഭരണവിരുദ്ധ BJP അധികാരത്തിൽ തുടരുന്നു. അവർക്ക് ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്നുണ്ട്. മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന പേമാ ഖണ്ഡുവാണ് BJPയുടെ ഇപ്പോഴത്തെ നേതാവ്. കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും അതായത് പേമാ ഖണ്ഡു ഉൾപ്പെടെ 6 BJP സ്ഥാനാർത്ഥികൾ ഇതിനകം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു കാര്യം കൂടെ, ഈ ചൈനയുടെ കടന്നുകയറ്റം ഒരു വിഷയമായിട്ട് ദേശീയ തലത്തിൽ തന്നെ വലിയ വിഷയമാണ്. അതേക്കുറിച്ച് എന്തെങ്കിലും കൃത്യമായ വിവരം പോലും പറയാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ഈ അരുണാചലിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ചർച്ചയാണോ? ചർച്ചയാണ്. ചൈനയുടെ ഒരു കടന്നുകയറ്റം അവിടെ പ്രാദേശിക തലത്തിൽ വലിയ ചർച്ചയുണ്ടായിട്ടുണ്ട്. അതും നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ തവാങ് ജില്ലയിലെ ഒരു വലിയ ചർച്ചകളിലൊന്ന് അതാണ്. ഈ അത്തരം കാര്യങ്ങൾ പ്രാദേശിക തലത്തിലുള്ള ചർച്ചകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും
അതിനെല്ലാം ഒരു തിരിച്ച്, അതായത് ശക്തമായ ഒരു ഭരണം ദേശീയ തലത്തിൽ ഉണ്ടായാൽ മാത്രമേ ചൈന അടക്കമുള്ള ആളുകളെ ഒരു തടഞ്ഞു നിർത്താനായിട്ട് കഴിയുകയുള്ളൂ. കോൺഗ്രസിനെ പോലെയുള്ള ആളുകൾ, അതുകൊണ്ടാണ് ഈ കിരൺ റിജിജു ഈ തെരഞ്ഞെടുപ്പിലെ പലയിടത്തും ഇതാണ് ആവർത്തിച്ച് പറയുന്നത്. കാരണം കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സുസ്ഥിരമായ ഒരു ഭരണം കേന്ദ്രത്തിൽ ഉണ്ടാവില്ല. അത് കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് സംഭവങ്ങൾ മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ 10 വർഷം ഭരണം ഉണ്ടായിട്ടും ഇതിന് തടയാൻ കഴിയുന്നില്ല. ഈ കടന്നുകയറ്റം അവിടെ വലിയ ചർച്ചാ വിഷയമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ളൊരു പ്രാദേശികമായിട്ട് ഈ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം പൊതുവെ വളരെ സ്ട്രോങ് ആയിട്ട്. ഈവൻ കിരൺ റിജിജുവിന് എതിരെ 4ാമത്തെ തവണയാണ് ഇപ്പോൾ അരുണാചൽ വെസ്റ്റില് കിരൺ റിജിജു മത്സരിക്കുന്നതും. കിരൺ റിജിജുവിനെതിരെ മത്സരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ നവാബ് ദുക്കിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു തെരഞ്ഞെടുപ്പ് വളരെ സ്ട്രോങ് ആവുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഒരു പക്ഷേ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ഹൈറ്റ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ അരുണാചൽ പ്രദേശ്. പ്രത്യേകിച്ചും കോൺഗ്രസും BJP തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ്. മറ്റ് പല സ്ഥലത്തും അവര് സഖ്യകക്ഷികളുടെ പുറകിലാണ്, ഒളിച്ചിരുന്നാട്ടാണ് BJPയുടെ യുദ്ധം. പക്ഷെ ഇവിടെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മത്സരം കൂടിയാണ് നടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമുക്ക് നാഗാലാൻഡ് ഒന്ന് നോക്കാം. ആകെയുള്ള ഒരേ ഒരു സീറ്റാണ് ലോക്സഭയിലേക്ക്. 2019 NDAയുടെ ഘടകകക്ഷിയായ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അവരാണ് അവിടെ വിജയിച്ചത്. ഇത്തവണയും NDPP തന്നെ മത്സരിക്കുന്നു. കോൺഗ്രസുമായിട്ടാണ് മത്സരം. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഗാലാൻഡിൽ കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും ജയിക്കാനായിട്ടില്ല. 60 അംഗ നിയമസഭയിൽ NDPP 25 സീറ്റും BJP 12 സീറ്റുമാണ് നേടിയത്. ഈ നാഗാലാൻഡിലെ സ്ഥിതി കോൺഗ്രസിന് അത്രത്തോളം വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് തോന്നുന്നു. കാരണം ഒറ്റ വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ നാഗാലാൻഡില് ഇത്തവണ കോൺഗ്രസ് റാലികൾക്ക് വളരെ ആയിട്ടുള്ള, ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ അവിടെ നടന്നിട്ടുള്ള BJPയുടെ റാലികളിൽ ഏതാണ്ട് ആയിരക്കണക്കിന് മാത്രം പേര് പങ്കെടുക്കുകയും 100 കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം പേര് ഇപ്പൊ നാഗാലാൻഡ് പോലുള്ള സ്ഥലത്തൊക്കെ അത്തരം വലിയൊരു റാലി സാധാരണഗതിയിൽ നടക്കാറില്ലാത്തതാണ്. പക്ഷെ അതിനൊരു വലിയ റാലികളെല്ലാം അവിടെ കോൺഗ്രസ് നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ പത്രങ്ങൾ വരെ വളരെ വളരെ അത്ഭുതത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. കോൺഗ്രസ് ഭയങ്കര ഉജ്ജ്വലമായിട്ടുള്ള റാലിയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഒരു സംഭവങ്ങളുണ്ട്. മാത്രമല്ല ഈ പീപ്പിൾസ് പാർട്ടി കുറച്ച് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻ തെരഞ്ഞെടുപ്പ് ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം ഈസ്റ്റേൺ നാഗാലാൻഡിലെ പ്രദേശങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് ബോയ്ക്കോട്ട് എങ്ങനെയാണ് ഈ NPPസിന്റെ മറ്റേ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ സാധ്യതകളെ ബാധിക്കുന്നത് എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തൊട്ട് മുമ്പാണ് അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ വലിയ എഡ്ജ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്രമാത്രം മത്സരമുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസ് പൂർണ്ണമായും എഴുതി തള്ളേണ്ട ഒരു അവസ്ഥയിലല്ല നാഗാലാൻഡിൽ എന്നുള്ളതാണ് തോന്നുന്നത്. ഈ ബോയ്ക്കോട്ട് ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സംഘടന ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് അത് എത്രത്തോളം ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക? അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണോ? ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവൻ MLA-മാരും കൂടി, ഈസ്റ്റേൺ നാഗാലാൻഡിൽ നിന്നുള്ള മുഴുവൻ MLA-മാരും കൂടി ചേർന്നിട്ട് ഇന്നലെ അവിടെ മറ്റേ ഈ ബോയ്ക്കോട്ടിനെതിരായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ബോയ്ക്കോട്ട് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾ ഓർഗനൈസേഷൻ അത്യാവശ്യം വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അത് എത്രമാത്രം അവരെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് അവരിൽ ഇതിൽ നിന്ന് ഈ ബോയ്ക്കോട്ടിൽ നിന്ന് പിന്മാനിപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ നിലവിൽ ഇവരുടെ പ്രചരണ സമയത്ത് അതൊരു ഭീഷണിയായിട്ട് അവർക്ക് നിലനിൽക്കുന്നുണ്ട്. അത് പ്രായോഗിക തലത്തിൽ എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മിസോറാമിലേക്കാണ് പോകുന്നത്. മിസോറാമിലും ഒരൊറ്റ സീറ്റേ ഉള്ളൂ. മുഖ്യ മത്സരം മിസോ നാഷണൽ ഫ്രണ്ടും സോറം പീപ്പിൾസ് മൂവ്മെൻറ്റും തമ്മിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയും മത്സരരംഗത്തുണ്ട്.
മിസോറാം പീപ്പിൾസ് കോൺഫറൻസും മത്സരിക്കുന്നുണ്ട്. 2019 മിസോ നാഷണൽ ഫ്രണ്ടാണ് വിജയിച്ചത്. 2009 14 കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസ് പലവട്ടം അവിടെ ജയിച്ചിട്ടുണ്ട്. ശ്രീത്ത്, ഈ രണ്ട് പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള മത്സരത്തിനിടയിൽ കോൺഗ്രസിനും BJPക്കും എത്രമാത്രം സാധ്യതയുണ്ട്? അല്ല, അവിടെ BJP ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ മത്സരിക്കുന്നില്ല. അവര് ഇവർക്ക് പിന്തുണ നൽകുകയുള്ളൂ. ഇപ്പൊ സോറം ഗ്രൂപ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ബ്രൂട്ടൽ ഒരു മെജോറിറ്റി ഇപ്പൊ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ് പുറത്തേക്ക് തള്ളപ്പെടുകയും അവരുടെ പ്രാദേശികമായിട്ട് മിസോറാം ഗ്രൂപ്പും സോറൻ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് മാറുകയും ചെയ്യുകയുള്ളൂ. പക്ഷെ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോറം വിഭാഗം BJPയുടെ ഒരു പിന്തുണ അവർക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒരു പ്രശ്നമാണ്. കാരണം ഈ ഏറ്റവും കൂടുതൽ ഈ മണിപ്പൂരിലെ ഒരു വംശഹത്യ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് മിസോറാമാണ്. മിസോറാമിൽ അതിന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJPക്ക് എതിരായിട്ടുള്ള വലിയ മൂവ്മെന്റുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രകടനങ്ങളും സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വികാരങ്ങൾ, ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പിന്റെ വികാരങ്ങൾ എങ്ങനെ അവിടെ ഈ കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു പക്ഷം മാറിയേക്കാം എന്നുള്ളതാണ് അവിടെ ഒരു കൗതുകമാണ്. അല്ലെങ്കിൽ അല്ലാതെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് അവിടുത്തെ ഒരു ചെറിയ പ്ലെയർ മാത്രമാണ്. ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് പോകാവുന്ന ഒരു പാർട്ടി മാത്രമാണ്. പക്ഷെ ഈ മാറ്റം അല്ലെങ്കിൽ ഈ മണിപ്പൂരിന്റെ പ്രതികരണം മിസോറാമിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു സംഭവം ഈ തെരഞ്ഞെടുപ്പിൽ ഫോം ചെയ്ത് വരാനുള്ള സാധ്യത വലിയ കാര്യമായിട്ടുണ്ട്. ഈ മണിപ്പൂരിൽ കുക്കികൾക്കെതിരായിട്ടുള്ള ആക്രമണം നടന്നപ്പോൾ അവിടെ നിന്ന് ഈ കുക്കിസോ മിസോറാമിലേക്കാണ് കുറേ ആളുകൾ പോയത്. അവരെപ്പോഴും അവിടെ ഉണ്ട്. അത് അവിടുത്തെ ജനവിഭാഗങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ഒരു സാധ്യത ഉണ്ടെന്ന് ചുരുക്കം. അതെ. ഇപ്പൊ മാത്രമല്ല, ഈ സോറം വിഭാഗത്തിന് കുക്കി വിഭാഗവുമായിട്ട് വലിയ നേരിട്ടുള്ള ഒരു ബന്ധമുള്ളതായിട്ടാണ് ഇപ്പം മറ്റേ ഇവിടുത്തെ കുക്കി സോറ എന്ന് പറയുന്നത് ഈ മിസോറാമിലെ സോറ വിഭാഗത്തിന്റെ തന്നെ ഒരു പരസ്പര ബന്ധമുള്ള വിഭാഗങ്ങളാണ് എന്നുള്ളതാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുക്കി വിഭാഗത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം സ്വയമായിട്ട് തങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള ഒരു ആക്രമണമായിട്ട് അവർ സ്വയം കരുതുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുക്കി വിഭാഗങ്ങൾക്ക് ഇവിടെ നിന്ന് നാട് വിട്ടുപോയ ആൾക്കാർക്ക് അവിടെ ഒരു സംരക്ഷണം നൽകുകയും എല്ലാം ചെയ്യുകയും ഇവർക്കെതിരെ വീരൻ സിംഗിനെതിരെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ മിസോറാം സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുകയും ചെയ്തു. ഇത് നമ്മൾ മേഘാലയയിലേക്കാണ് പോകുന്നത്. അവിടെയും 2 സീറ്റുണ്ട്, ഷില്ലോങ്ങും തുറയും. പട്ടികവിഭാഗ സംവരണ സീറ്റുകളാണ് രണ്ടും. NDA ഘടകകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. ഷില്ലോങ്ങിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP, കോൺഗ്രസ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മളീ പറയുന്ന 7 സംസ്ഥാനങ്ങളിൽ ജയിച്ച ഏക സീറ്റാണ് ഷില്ലോങ് സീറ്റ്. അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP വിൻസെൻ്റ് H. പാലയാണ് തുടർച്ചയായ 4ാം തവണ മത്സരിക്കുന്നു. 4ാം ജയമാണ് അദ്ദേഹം തേടുന്നത്. തുറയിൽ സിറ്റിംഗ് MP അഗത സാങ്മയെ വീണ്ടും മത്സരിപ്പിക്കുന്നു NPP. ജനസംഖ്യയിൽ 80% ക്രിസ്തുമത വിശ്വാസികൾ. നാഗാ ഗോത്രങ്ങളാണ് മുഖ്യം. കുക്കി വിഭാഗക്കാർ ചെറുതല്ലാതെ ഉണ്ട് ഈ സംസ്ഥാനത്ത്. ശ്രീജിത്ത്, ഈ മേഘാലയ നോക്കുമ്പോൾ കോൺഗ്രസിനൊരു സിറ്റിംഗ് സീറ്റുണ്ട്, കോൺഗ്രസിന് സ്വാധീനമുണ്ട്. വേണമെങ്കിൽ 2 സീറ്റ് ജയിക്കാവുന്നൊരവസ്ഥ കോൺഗ്രസിനുണ്ടോ അവിടെ? ഉണ്ടെന്ന് പറയാം. ഒന്ന്, വിൻസെന്റ് പാല അവിടെ വളരെ ജനകീയനായിട്ടുള്ള നേതാവാണ്. പറയുന്ന രീതിയിൽ പല ഗോത്ര വിഭാഗങ്ങളുമായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റുള്ള കണക്ഷനുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വിൻസെന്റ് പാലയ്ക്ക് അവിടെ വലിയ ജനകീയത എന്നുള്ള സംശയമില്ല. പക്ഷേ തോറയിലുള്ള നാഗദ സംഗ്മ ശരിക്കും ഈ പറഞ്ഞ രീതിയിൽ PS സംഗ്മയുടെ മകൾ എന്നുള്ള നിലയിൽ, മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ, പിന്നെ വളരെ ജനകീയമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ ഗാരോ ഹിൽസ് ഇതിൽ പെടുന്നതാണ്. ഗാരോ ഹിൽസ് എന്ന് പറയുന്നത് ഏകദേശം അവർക്ക് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു പ്രദേശമാണ്. അത് കാരണം തന്നെ ആ മേഖലയിൽ എത്രമാത്രം യഗ്ദാ സാങ്മയ്ക്കെതിരായിട്ട്, അതായത് ഈ രാഷ്ട്രീയപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ BJPക്ക് എതിരായിട്ട് ഉയരുന്ന കാര്യങ്ങൾ, ഈ ആന്റി ക്രിസ്ത്യൻ മൂവ്മെന്റിനെതിരായിട്ടുള്ള സംഭവങ്ങൾ, അതെല്ലാം അഗത സാങ്മയെ പേഴ്സണലായിട്ട് എത്രമാത്രം ബാധിക്കും എന്നുള്ളത് നമുക്ക് ഇലക്ഷനിൽ കണ്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റനേകം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഇപ്പൊ ഉത്തരാഖണ്ഡില് ഒരു ദുരന്തത്തിന്
ഉള്ളിൽപ്പെട്ട ഖനിത്തൊഴിലാളികൾ കുടുങ്ങിപ്പോയപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ഉപയോഗിച്ച റാറ്റ് മൈനിങ് സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ ചർച്ച ചെയ്തു. യഥാർത്ഥത്തിൽ റാറ്റ് മൈനിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രദേശങ്ങളിലൊന്ന് ഈ മണിപ്പൂരിൽ മേഘാലയയിലെ ഈ തുറ മേഖലയിലുള്ള ഈ ജൈത്യ ഹിൽസിലാണ്. ഈ ജൈത്യ ഹിൽസിലെ ഈ റാറ്റ് മൈനിങ്ങിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് യഥാർത്ഥത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കേന്ദ്രത്തിനെതിരായിട്ടുള്ളൊരു വികാരമായിട്ട് അവിടെ പലപ്പോഴും മാറിയിട്ട്. കാരണം അവിടെയുള്ളൊരു ട്രൈബൽ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതമാർഗം എന്ന് പറയുന്നത് റാറ്റ് മൈനിങ് ആണ്. സ്വാഭാവികമായിട്ടും വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് മിനിസ്ട്രിയൊക്കെ അതിനെ എതിർത്ത് പറയുന്നുണ്ട്. പക്ഷെ അവർ ആരോപിക്കുന്നത് ഇത് എൻവയോൺമെന്റ് മിനിസ്ട്രിയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഒരു താല്പര്യമല്ല, മറിച്ച് ഇത് വലിയ മൈനേഴ്സിന് വേണ്ടിയുള്ള വലിയ ഈ പറയുന്ന രീതിയിലുള്ള ഇന്റർനാഷണൽ മൈനേഴ്സിന് വേണ്ടിയുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇവരെ നിരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതമാർഗം മുട്ടിയിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത്തരത്തിലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാത്ത പല പ്രശ്നങ്ങളും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അവിടെ പല സ്ഥലത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്ക് തിരിഞ്ഞു പോകാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ക്രിസ്ത്യൻ വികാരം നോർത്ത് ഈസ്റ്റിൽ ഒരു കാര്യമായിട്ട് ഒരു വികാരമായിട്ട് പല സ്റ്റേറ്റുകളിലും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം അത്രമാത്രമാണ് ഈ മണിപ്പൂരിന്റെ ഒരു അലയൊലികൾ അവിടെ ഉള്ളത്. അത് ഇരിക്കെ തന്നെ ഇത്തരം പ്രാദേശിക പ്രശ്നങ്ങൾ കൂടി ഒരുപക്ഷെ ഈ ഇവർക്ക് നാഷണൽ പീപ്പിൾസ് പാർട്ടിക്ക് എതിരായിട്ട് അവിടെ വന്നേക്കും. കാരണം അവര് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ മറ്റേ BJPയുമായിട്ടുള്ള സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. റൈറ്റ്. നമ്മളതിന് സിക്കിമിലേക്കാണ് നോക്കുന്നത്. സിക്കിമിലും ഒറ്റ ലോക്സഭാ സീറ്റേ ഉള്ളൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. 32 അംഗ നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും സിക്കിം ക്രാന്തികാരി മോർച്ചയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. സിക്കിമിൻ്റെ ഭരണവും ഏക ലോക്സഭാ സീറ്റും കഴിഞ്ഞൊരു കാൽ നൂറ്റാണ്ടായിട്ട് 2019 വരെ ഒരു കാൽ നൂറ്റാണ്ട് കാലം SDFൻ്റെ കയ്യിലായിരുന്നു. 2019 ക്രാന്തികാരി മോർച്ച അത് പിടിച്ചെടുത്തു. SDF NDAയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പക്ഷേ ഇക്കുറി ഒറ്റയ്ക്ക് SDF മത്സരിക്കുന്നു. SDF അങ്ങനെ മത്സരിക്കാനൊരു കാരണമുണ്ട്. കാരണം SDFിൽ നിന്ന് 10 MLAമാരെ അടർത്തിയെടുത്തിട്ടാണ് BJP നിയമസഭയിൽ അവരുടെ പ്രാതിനിധ്യം കൂട്ടിയത്. അതേ BJP തന്നെ പിന്നീട് SKMുമായിട്ട് സഖ്യമുണ്ടാക്കി അവിടെ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 2 സീറ്റിൽ വിജയിച്ചു. അങ്ങനെ കൗതുകകരമായ ബന്ധങ്ങളും സഖ്യങ്ങളും ഒക്കെ ഉള്ളൊരു സംസ്ഥാനമാണ് സിക്കിം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ SDFും ക്രാന്തികാരി മോർച്ചയും BJPയും കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. SKM ക്രാന്തികാരി മോർച്ച സർക്കാർ അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമായിട്ടും വോട്ട് ചോദിക്കുന്നത്. ഈ ശ്രീത്ത്, സിക്കിമിൽ ഈ 2 പാർട്ടികൾക്കിടയിൽ BJPയും കോൺഗ്രസും കാഴ്ചക്കാരുടെ റോൾ മാത്രമേ ഉള്ളൂ. ഏകദേശം അത് തന്നെയാണ് അവസ്ഥ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സിക്കിമിൽ ഒരു സമയത്തും ഈ ദേശീയ തലത്തിലുള്ള ഒരു എന്തെങ്കിലും വിഷയം സിക്കിമിൽ തെരഞ്ഞെടുപ്പിനെയോ ഒന്നും ഒരിക്കലും ബാധിച്ചിട്ടില്ല. പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വളരെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ഭരണവും വലിയ തോതിലുള്ള അഴിമതി ചേർന്നിട്ടുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രാന്തികാരി മോർച്ചയുടെ വിജയത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെ ഈ ക്രാന്തികാരി മോർച്ച തന്നെ ഇത്തവണ ഏകദേശം തുടരും എന്നുള്ളൊരു മട്ടാണ് അവിടെ നിന്നുള്ള പ്രാദേശിക ജേർണലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മിക്കവാറും തെരഞ്ഞെടുപ്പിന് ശേഷം അത് ക്രാന്തികാരി മോർച്ചയും BJPയും തമ്മിലുള്ള സഖ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ജയിക്കുന്ന ഏത് സീറ്റും ആണെങ്കിൽ അത് പിന്തുണ ഉണ്ടാവും. കാരണം അവരുടെ എല്ലാം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ പാർട്ടികളെല്ലാം അവരുടെ ഒരു രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് ദേശീയ തലത്തിൽ ആര് ഭരണത്തിൽ വരും എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അത് കാരണം തന്നെ തുടർന്ന് 2024 ദേശീയ തലത്തിൽ ആര് ഭരണത്തിൽ വന്നാലും അവർക്കൊപ്പമായിരിക്കും ഈ ഇവിടുത്തെ പ്രാദേശിക പാർട്ടികൾ. അവര് ആരാണ് ഭരണത്തിൽ വരുന്നതെങ്കിലും അവര് നിലകൊള്ളാൻ സാധ്യത ആ രീതിയിലാണ് അവിടുത്തെ പ്രാദേശിക ഭരണങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളാറുള്ളത്. അവർ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിലുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ ഭരണത്തിന്റെ പ്രശ്നങ്ങളോ നരേന്ദ്രമോദിയുടെ ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ ഒന്നും സാധാരണ അവിടെ ചർച്ചയിൽ വലിയ കാര്യമായിട്ട് വരാറില്ല. പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയിൽ വരിക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുക ഈ വിഷയങ്ങൾ തന്നെയായിരിക്കും. റൈറ്റ്. ഇതാണ് വടക്കുകിഴക്കൻ മേഖലയിലെ 7 സംസ്ഥാനങ്ങളിലെ ഒരു മത്സര ചിത്രം എന്ന് പറയുന്നത്. 11-ൽ 8 എന്നുള്ളതായിരുന്നു 2019 കണക്ക്. NDAക്ക് 8 എന്നുള്ളത്.
ആ കണക്ക് ഇക്കുറി മാറും എന്നാണ് സാധ്യതകൾ, അല്ലെങ്കിൽ മാറാനാണ് സാധ്യത. ത്രിപുരയിലെ കോൺഗ്രസ് CPM സഖ്യം അത്ഭുതങ്ങളുണ്ടാക്കുമോ എന്ന കൗതുകവും നിലനിൽക്കുന്നു. വടക്കുകിഴക്ക് ഒരുപക്ഷെ BJPക്ക് ഇക്കുറി നഷ്ടക്കണക്കാകാനുള്ള സാധ്യത കൂടുതലാണ്.